ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. ഇവിടെ ചിത്രത്തിൽ നൽകിയിട്ടുള്ള നാഷണൽ ലീഡർ ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുവാനാണ് നിങ്ങളോട് CBSE ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് 1 മാർക്കിൻ്റെ MCQ ആണ്. ഉത്തരം വളരെ ലളിതമാണ്. ഈ ദേശീയ നേതാവിൻ്റെ ചിത്രം ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ കണ്ടുവരുന്നതുമാണ്, ബാലഗംഗാധര തിലക്. എന്നാൽ ഇതേ ചോദ്യം തന്നെ CBSE ഒന്ന് മാറി ചോദിച്ചാലോ? ചിത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്ത് ഉത്തരം എഴുതും? നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപായി സോഷ്യൽ സയൻസ് പാഠശാലയുടെ ഫ്രീ റിവിഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. 2026 ബോർഡ് എക്സാമിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഫ്രീ റിവിഷൻ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഈ ചിത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണ് കണ്ടിട്ടുള്ളത് എന്ന് ഒന്ന് ഓർത്തു നോക്കിയേ. ദ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ് എന്ന ഭാഗത്ത് അല്ലേ? ഈ ഭാഗത്താണ് ഇന്ത്യയിലെ ദേശീയത വളർത്തുവാൻ കൾച്ചർ വഹിച്ച പങ്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഹിസ്റ്ററി, ഫിക്ഷൻ, ഫോക്ലോർ ആൻഡ് സോങ്സ്, പോപ്പുലർ പ്രിന്റ്സ് ആൻഡ് സിംബൽസ് എന്നിവയെക്കുറിച്ചൊക്കെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. എന്താണ് ഈ പോപ്പുലർ പ്രിന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അക്കാലത്ത് പോപ്പുലാരിറ്റി നേടിയ ചില ചിത്രങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ചില പെയിന്റിങ്സ്. അതിലൊന്നാണ് ചോദ്യത്തോടൊപ്പം നൽകിയിരിക്കുന്ന ചിത്രം. ഇതിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന ബാലഗംഗാധര തിലകിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഈ ചിത്രത്തിൽ? ഇന്ത്യയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അറ്റയർ, ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്. ഇനി ഈ ചിത്രത്തിൽ ചില ചിഹ്നങ്ങളും കാണാം. ഒരു അമ്പലം കാണാം, ഒരു പള്ളി കാണാം, ഒരു മുസ്ലിം പള്ളി കാണാം. അപ്പോൾ എന്താണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇന്ത്യയുടെ യൂണിറ്റിയാണ്. നമുക്ക് പല മതങ്ങളുണ്ടെങ്കിലും ആ മതങ്ങളെല്ലാം ഒന്നാണ് എന്ന ഒരു മെസ്സേജാണ് ഇത് നൽകുന്നത്. ഈ ചിത്രത്തിൽ ബാലഗംഗാധര തിലകിനെ ഒരു നാഷണൽ ലീഡറായി റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് ഒരു സേക്രഡ് ആയിട്ടുള്ള പരിവേഷവും നൽകുന്നുണ്ട്. ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരം ചിത്രങ്ങൾ നാഷണലിസം എന്ന് പറയുന്ന ഫീലിങ്സിന് ആക്കം കൂട്ടുകയും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു.